വെൽക്കം ബാക്ക് ടു ബ്രിൻഡോ ദ എൻസോ. ഇന്ന് നമ്മൾ എൻ്റെ ഫസ്റ്റ് ഗസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കൃഷ്ണദാസുമായിട്ട് ടോക്സിക് വർക്ക് കൾച്ചറിൻ്റെ ബേസ് അങ്ങനെ നടത്തിയ പോഡ്കാസ്റ്റിൽ ഞാൻ കൃഷ്ണദാസിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെ അതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമത്തെ പാഠം എന്ന് പറയുന്നത് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയെ കുറിച്ച്. അതായത് വെറുതെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതിലുപരി അതിനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതല്ല. ഓരോ റീലും ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതല്ല. ഒരു സ്റ്റോറി ലൈൻ കീപ്പ് ചെയ്ത്, ഒരു ഹുക്ക് കീപ്പ് ചെയ്ത് അതിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോറി ആയിക്കോട്ടെ, റീൽ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അതിൻ്റെ ഒരു സ്റ്റോറി അറിയാനാണ് ആളുകൾക്ക് എപ്പോഴും ഇഷ്ടം. നിങ്ങളൊരു കോഫി ഷോപ്പിൽ പോയി എന്നതിലുപരി അവിടെ ആ കോഫി ഷോപ്പിൽ നിങ്ങൾക്ക് എന്ത് അനുഭവം ഉണ്ടായി, എന്താണ് നിങ്ങളെ ചിന്തിപ്പിച്ചത്, അങ്ങനെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടാകുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ മനസ്സിലാക്കിയ മറ്റൊരു കാര്യമാണ് ഒരു സ്റ്റോറിയുടെ ഹുക്കാണ് ഇപ്പോൾ ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം ആളുകളുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഹുക്ക് തന്നെയാണ് അവരെ അവിടെ പിടിച്ചു നിർത്തുന്നത്. അവരൊന്ന് ഇരുന്ന് തുടങ്ങി നമുക്കിനി ആ കഥ പറഞ്ഞു വേണം. അതുകൊണ്ട് ഇനി മുതൽ എന്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും ട്രൈ ടു കീപ്പ് എ ഹുക്ക്. മാത്രമല്ല അതിൻ്റെ കൂടെ ആ ഹുക്കിൻ്റെ കൂട്ടത്തിൽ ഒരു സ്റ്റോറി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. അതായത് നമ്മൾ ഒരു പക്ഷെ ഷൂട്ട് ചെയ്ത് വെച്ചൊരു കാര്യം ആയിരിക്കില്ല നമ്മൾ പുറത്തു പറയുന്ന സ്റ്റോറി എന്നിവിടെ അയാൾ പറഞ്ഞു. അതായത് ആ ഹുക്കുമായിട്ട് ചേർന്ന് വരുന്ന എങ്ങനെയാണ് ഒരു സ്റ്റോറിയെ നമുക്ക് കുക്കപ്പ് ചെയ്ത് പറ്റുന്നത്, അത് മതിയാവും. അതൊരു ഇൻട്രസ്റ്റിംഗ് കണ്ടന്റായി മാറും എന്നുള്ള. പിന്നെ രണ്ടാമത്തെ കാര്യം, അതായത് നമ്മുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഡെയിലി ബ്ലോഗുകൾ. അതുകൊണ്ടാണല്ലോ ആളുടെ ജോലി പോയത്. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. ഞാൻ ഈ അടുത്ത് ഒരു ബിസിനസ്മാൻ ആണെന്ന് തോന്നുന്നു പറഞ്ഞു കേട്ട്, അതായത് നിങ്ങളുടെ ജേർണി ഡോക്യുമെൻ്റ് ചെയ്യുക. മാത്രമല്ല അത് പലരും ചെയ്തും കൂടെ ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ ഈയിടെയായിട്ട്. പണ്ട് നമ്മൾ ആസ് എ ബ്രാൻഡിന് ഒരു ബ്രാൻഡ് എന്നും മാത്രം കണ്ട സ്ഥലത്ത് നിന്ന് ആളുകളുടെ ചിന്താഗതി മാറുകയാണ്. ആ ബ്രാൻഡിൻ്റെ സ്റ്റോറി എന്താ എന്ന്. അതുകൊണ്ട് തന്നെ ഡെയിലി വ്ളോഗ്സ് ആ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ, കുറച്ച് ഇൻസൈഡർ നോളജ് ഷെയർ ചെയ്യാൻ, കുറച്ച് എൻ്റർടൈൻമെൻറ്റിനും എല്ലാത്തിനുമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഡെയിലി വ്ളോഗ്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ആവട്ടെ, പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണദാസ് പുറത്തായപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടപ്പോഴേക്കും അയാൾക്ക് അത്രയും വർക്കും കാര്യങ്ങളൊക്കെ കിട്ടി. ആ പേഴ്സണൽ ബ്രാൻഡിൻ്റെ ബലം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരിക്കലും ബിസിനസ് ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തോളൂ. പിന്നെ നാലാമതൊരു തിരിച്ചറിവായിരുന്നു. അതായത് മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമ ഞാനും എൻ്റെ കുടുംബം എല്ലാവരും എൻജോയ് ചെയ്ത് കാണുന്ന ഒരു റിപ്പീറ്റ് വാച്ച് ചെയ്യുന്ന ഒരു മൂവിയാണ്. പക്ഷേ മൈ ബോസ് എന്ന മൂവി ആക്ച്വലി ഒരു ടോക്സിക് വർക്ക് കൾച്ചറിൻ്റെ ഉദാഹരണം കാട്ടിത്തരുന്ന ഒന്നാണെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടൊന്ന് ഞെട്ടി എന്ന് വേണം പറയാം. കാരണം ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നേയില്ല. ഞാൻ അതിലെ തമാശകൾ മാത്രമായിരുന്നു കണ്ടത്. പക്ഷേ ആസ് ആൻ എംപ്ലോയിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ഹാർഷായിട്ടുള്ളൊരു തമാശയാണ്. പിന്നെ അഞ്ചാമത്തെ പടം, നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളുടെ ഫീൽഡിൽ ഒന്നീ നമ്മുടെ ക്ലയൻസ് അല്ലെങ്കിൽ ആ ഫീൽഡിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ പ്രസൻ്റ് ആയിരിക്കും. അയാളുടെ ഫസ്റ്റ് ആങ്കറിങ് ജോബ് അയാൾക്ക് കിട്ടിയ പബ്ബിൽ നിന്നാണ്. നോർമലി ആളുകൾ പബ്ബിൽ പോകുന്നത് കുറച്ച് ഡ്രിങ്ക്സ് കഴിക്കാനോ സോഷ്യലൈസ് ചെയ്യാൻ എന്നതാണ്. പക്ഷെ അവൻ പോയത് ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിനോട് അലൈൻഡ് ആയിട്ടുള്ള വർക്ക് ആൾ ഓൾറെഡി ചെയ്യുന്നുണ്ടായിരുന്നു. മാനിഫെസ്റ്റേഷൻ എന്നതിലുപരി ഇതിനെ എനിക്കൊരു സ്ട്രാറ്റജി ആയിട്ടാണ് തോന്നിയത്. കൃഷ്ണദാസ് ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഇനി എന്തോ പറയുമെന്തോ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഇതാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്ലയൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഫീൽഡിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ വരുന്ന സ്ഥലത്ത് ഫസ്റ്റ് ഓഫ് ഓൾ പ്രസൻ്റ് ആകുക. പ്രസൻ്റ് ആയാലാണ് നമുക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിലെനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഒന്നേ ഉള്ളൂ, വരാനുള്ള വഴി തങ്ങില്ല. ആറാമത്തെ പോയിന്റ്, അതായത് അവസരങ്ങൾ വരുമ്പോൾ അവന് വേണമെങ്കിൽ അവരെ കണ്ടിട്ട് കണ്ടു ഇടം വേണ്ടായിരിക്കാം എന്നാ അതല്ല ചെയ്തത്. പോയി അപ്രോച്ച് ചെയ്തു, അവരോട് സംസാരിച്ചു. ചില സമയങ്ങളിൽ നമുക്ക് ഇടിച്ച് കയറേണ്ടി വരും നമ്മുടെ അവസരത്തിനായിട്ട്. അതിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ ഏഴാമത്തെ ഒരു കാര്യം, അതായത് കൃഷ്ണദാസിനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ ലവിങ് ആയിട്ടുള്ള വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി എടുക്കുക. അത് തന്നെയാണ് അവൻ്റെ കോർ എന്ന് പറയുക, അവൻ്റെ സെൽഫ് എസ്റ്റീമിൻ്റെ ഒരു കോർ. ഇത് നവൽ രവികാന്തും പറഞ്ഞിട്ടുണ്ട്. അൺകണ്ടീഷണലായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മുടെ സെൽഫ് എസ്റ്റീം വളരെ നന്നായി ബൂസ്റ്റ് ആകും. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ബി ഹാപ്പി. അവരുമായിട്ട് ഒരാൾക്ക് ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കുള്ള സ്നേഹം എൻജോയ് ചെയ്യുക. നമുക്കറിയില്ല ആരെ എത്ര നാളുണ്ടാവും എന്നൊന്നും. നമ്മൾ തന്നെ എത്ര ആളുണ്ടാവും നമുക്കറിയില്ല. സോ
എൻജോയ് ദ മൊമെന്റ്സ്, എൻജോയ് ദ ഡേയ്സ് വൈൽ വർക്കിംഗ് ഓൺ യുവർ ഡ്രീം. പിന്നെ 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബി സോ ഗുഡ് ദാറ്റ് ദേ കനോട്ട് ഇഗ്നോർ യു. അതായത് നമ്മൾ നമ്മുടെ ക്രാഫ്റ്റിനെ എപ്പോഴും സോ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പ് ക്വാളിറ്റി ലെവലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ലൈക്ക് നമ്മുടെ ഹേറ്റേഴ്സ് പോലും നമ്മളെ ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ബിൽഡായി കഴിഞ്ഞാൽ നമ്മളെ ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ അതേസമയം ജസ്റ്റ് ഒരു ആവറേജ് പെർഫോമൻസിലാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളെ റീപ്ലേസ് ചെയ്യാൻ ആളുകൾ ഉണ്ടാവും. ബി ഇർറീപ്ലേസബിൾ. ഒരുപക്ഷെ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, നിങ്ങൾ പോയാൽ ആ കമ്പനി അറിയണം. ഒരു വിരലറ്റുപോയ പോലെ തോന്നണം അവർക്ക്. സോ ബി ഗുഡ് ഇൻ യുവർ ക്രാഫ്റ്റ്. പിന്നെ 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സിമ്പിൾ. എല്ലാവർക്കും അറിയാം, പക്ഷെ എല്ലാവരും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ബി സീൻ ഇൻ സോഷ്യൽ മീഡിയ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കും. അവിടെയാണ് നമ്മുടെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സ്ഥലം. ഇയാൾക്ക് ഈ വർക്കുകളെല്ലാം വന്നതും എല്ലാം സോഷ്യൽ മീഡിയ വഴിയാണ്. ഒമ്നി പ്രസൻസ് അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു കമ്പനി തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ അവസരങ്ങളും വർക്കുകളും ഒക്കെ കിട്ടിയത്. സോ ബി സീൻ ഇൻ ദ സോഷ്യൽ മീഡിയ. പിന്നെ 10ാമത്തെ പോലെ ഇത് ഈ സ്വപ്നം കണ്ട് ചാടുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ദയവേത് നിങ്ങളൊരു സ്വപ്നത്തിലേക്ക് പോകുന്നതാണ്, അതിന് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അലക്സ് ഹോർമൂസി പറയുന്ന ഒരു കർവുണ്ട് ഇതിലേക്ക്. അതായത് ആദ്യം ഫസ്റ്റ് നമുക്ക് അൺഇൻഫോംഡ് ഓപ്റ്റിമിസം. നമ്മൾ എല്ലാം ശരിയാവും, എല്ലാം അടിപൊളിയായിട്ട് നടക്കുമെന്ന് പറഞ്ഞ്, അതായത് ഫുൾ നോളജ് ഇല്ലാതെ എടുത്ത് ചാടുന്ന ഒരു ഓപ്റ്റിമിസം. അവിടെ നിന്ന് ഇൻഫോംഡ് പെസിമിസത്തിലെത്തും. അതായത് നമുക്ക് മനസ്സിലായി ഇത് വിചാരിച്ച അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി നിൽക്കുന്നത്. അവിടെ നിന്ന് ഒരു ഡൗൺഫോൾ ആണ് ശരിക്കും. അതിനാണ് ഈ വാല്യൂ ഓഫ് ഡിസ്പെയർ എന്ന് പറയുന്നത്. അതും കടന്നാണ് നമ്മൾ സക്സസ്സിലേക്ക് എത്തുക. അപ്പോൾ ആ വാല്യൂ ഓഫ് ഡിസ്പെയർ എത്ര ആൾ കിടക്കും, എന്താണ്, എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു പ്രഷർ എന്ന് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാൻ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു കോമ്പിറ്റൻസ് നമുക്ക് ആവശ്യമാണ്. സോ ആ ഒരു തരത്തിലെ കോമ്പീറ്റൻസ് നമുക്കുണ്ടായിരിക്കണം. നമുക്ക് വേണ്ട സ്കില്ലുകൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. കണക്ഷൻസ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ അത് ബിൽഡ് ചെയ്യാൻ അറിയണം. മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ അറിയണം. വരുന്ന ബുദ്ധിമുട്ടുകൾ ഫോർസീ ചെയ്യാൻ പറ്റണം. എങ്ങനെ പോയാലും ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതിൽ തളരാതെ നിൽക്കാൻ കഴിയണം. ഭൂരിഭാഗം ആളുകൾ ഈ വാല്യൂ ഓഫ് ഡിസ്പെയറിലാണ് ഗിവ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂ ഓഫ് ഡിസ്പെയർ അതിനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് മാത്രം നിങ്ങൾ എടുത്ത് ചാടാവുള്ളൂ. ബൈ ദ വേ അവൻ പറഞ്ഞ പോലെ ഞാൻ ഒരു പ്ലാനിങ് ഇല്ലാതാണ് ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഒരു രാത്രിയിൽ പെട്ടെന്ന് ഇത് സ്വന്തമായിട്ട് തുടങ്ങാം എന്നുള്ള ഒരു പ്ലാൻ വന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പണ്ട് മുതലേ മനസ്സിലുണ്ടായിരുന്നായിരിക്കണം. എന്നിട്ടൊരു അവസരം വന്നപ്പോൾ ഓഫ് കോഴ്സ് വൈ നോട്ട് എന്ന് തോന്നി ചെയ്തതായിരിക്കാം എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം കാണുന്ന ഓക്കെ, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ സ്ട്രാറ്റജിയുടെ ആവശ്യം തീർച്ചയായിട്ടും. ഇനി 11ാമത്തെ ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, ഷാരി ശംസുദ്ദീൻ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റർ എക്കോണമി ബൂം ചെയ്തുകൊണ്ടിരിക്കുക. പല അവസരങ്ങളും പല കാര്യങ്ങളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പല ജോലികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങൾ എളുപ്പമാകുന്നു, പല കാര്യങ്ങൾ വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കുന്നു. AI ഒക്കെ വന്നതിനോടൊപ്പം എഡിറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ക്രിയേറ്റർ എക്കോണമി ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസരങ്ങൾ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. റിസ്കുകൾ കാൽക്കുലേറ്റ് ചെയ്ത് ഓഫ് കോഴ്സ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. I wish Visigro all the best and my subscribers. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.